ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഇന്നത്തെ ശരിക്കും ഒരു ഫാമിലി വ്ളോഗാണ്. കാരണം ഞാനിപ്പോൾ ഷാർജയിലിട്ടോ. ഞാൻ ദുബായിൽ നിന്ന് രാവിലെ ഡ്രൈവ് ചെയ്തു ഷാർജയിൽ വന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട നമ്മുടെ സ്വന്തം ഫോർച്യൂണറാണ് കയ്യിലുള്ളത്. അപ്പം വരുമ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇതായിരുന്നു വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു കൈനെ കൊണ്ട് മൊബൈലൊക്കെ മീൻസ് ക്യാമറ ഒക്കെ പിടിച്ച് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതൊക്കെ പ്രശ്നം ഉണ്ടാവും. ബൈക്കായിരുന്നു നമുക്ക് വിഷയമില്ല. ബൈക്കാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റും മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയും കാലൊക്കെ ഫ്രീ ആയല്ലോ, അപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ കാറാകുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ക്യാമറ പിടിച്ച് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡേഞ്ചർ ഇവിടെ. അപ്പോൾ അത് ഭയങ്കര ഫൈനൊക്കെ കിട്ടുന്നൊരു സംഭവം. സോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ കാറിനോട് വീട്ടിലുള്ളത് ഷാർജയിൽ. ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ബിരിയാണിയൊക്കെ കഴിക്കും. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കുന്നതിൻ്റെ അങ്ങനെ അതിൻ്റെ നിയമം. ഇറ്റ്സ് ഫണ്ണി. അപ്പം ഞങ്ങൾ പ്രവാസികൾക്ക് ബിരിയാണി കഴിക്കേണ്ട ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾ ചേർക്കുക, അതാണ് ശരിക്കും ആ ഒരു ബിരിയാണിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു റൂമിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അതുപോലെ നമ്മുടെ ഫാമിലിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് ഷാർജയിലാണ്. ഷാർജയിൽ ഞാൻ എൻ്റെ കാറിനുണ്ട് അങ്കിളിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് അവരെയും കൂട്ടി നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയിലൊന്ന് കറങ്ങി അടിച്ച് എന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ബിരിയാണിയെല്ലാം കഴിച്ചു. എൻ്റെ കൂടെ നമ്മൾ സ്വന്തം കാർണറുണ്ട്. ഹായ് പറയൂ. കാർണറുടെ മോളുണ്ട്. കാരണം മോള് ഹായ് പറയൂ. അതിൻ്റെ മുടി കാണിച്ചെടുത്തന്ന് മടി കാണിച്ചെടുക്കടി, കാണിച്ചെടുക്കടി. ഡൊണേറ്റ് ചെയ്തല്ലേ, നല്ല കാര്യല്ലേ. ഒരു ഹായ് പറയൂ. നമ്മൾ ഓളെ മുടി ഡൊണേറ്റ് ചെയ്തോ. എന്തിനാ ഡൊണേറ്റ് ചെയ്തേ? ക്യാൻസർ പേഷ്യൻസ്. എന്തിനാണ്? അത് പറഞ്ഞു കൊടുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് പറ. അവള് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് അവളെ മുടി ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് അവളിപ്പം മറ്റേ എന്താ പറയുക, നമ്മുടെ പിന്നെ പാട്ട് പാടുന്ന സിയൻ്റെ മുടി പോലെ ബോബ് കട്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ മൂപ്പരെന്താ പണിയെന്ന് വെച്ചാൽ മൂപ്പര് ഡ്രൈവിംഗ് സ്കൂളിലെ മാഷാണ് ഷാർജ ഏരിയയിൽ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന മദാം ഭാഗത്തേക്കാണ്. മദാം അല്ല, ശരിക്കും ഈ ഫുജൈറ ഭാഗത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ റൂട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റൊക്കെ ഉണ്ട്. നല്ല രസമാണ്. നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നല്ല ചൂടാണ്, കത്തുന്ന ചൂടാണ്, അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഈ റൂട്ടിൽ നമ്മൾ 2-3 പ്രാവശ്യം പോയതാണ്. നമുക്ക് അങ്ങനെ അതുവഴി കറങ്ങി മെല്ലെ തിരിച്ച് ദുബൈയിലോട്ട് പോയി കറാമയിലും പോയി തിരിച്ച് ഷാർജയിലേക്ക് വരാം. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ്. കാരണം ലോങ് പോകുമ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ വാങ്ങും. ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഒരു മനുഷ്യൻ പുറത്തുണ്ടാവില്ല. ഇത് ഉച്ച സമയമാണ്. ആകാശം വരെ മഞ്ഞടിച്ചിട്ടുണ്ടോ. അത് ശരിക്കും മണ്ണല്ല, ഇത് കംപ്ലീറ്റ് ഫോഗ് അടിച്ചിട്ട് ചൂട് പിടിച്ചു കേട്ടോ. ഓ ഭയങ്കര ചൂടാ. അല്ല നമ്മൾ കഴിഞ്ഞ UK തണുപ്പില്ലല്ലേ, തണുപ്പ് നേരെ ചൂട് വരുമ്പോൾ ഭയങ്കര ഇതായി പോകുന്നത്. ചൂട് ഭയങ്കര ചൂടാണ്. ഇവരെ കാസർഗോഡ് കേട്ടോ. കാസർഗോഡ് ആയതാണ് ഇവരെ സംസാരം അങ്ങനെ. ഹൈമോൾ പറയൂ, ഹൈമോളിന്റെ വീട് കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് കോട്ടിക്കുളം. കോട്ടിക്കുളത്ത് എവിടെയാണ്? കോട്ടിക്കുളം തന്നെ. കോട്ടിക്കുളം വലിയ സ്ഥലല്ലേ? അത് കോട്ടിക്കുളത്തിന് മറ്റേ നടുവില്ല, റോഡിന് നടുവില്ല. അതിന്റെ പേരാ ഇതൊന്നും ലോക വിവരമില്ലേനൊന്നു. നാട്ടിലെവിടെ പറഞ്ഞേക്കാ നല്ലത്. ഓളെ പരിപാടി ചോദിച്ചത് ഓള് പറയാം കോട്ടിക്കുളത്താണ്. കോട്ടിക്കുളത്ത് എവിടെ നമുക്കറിയില്ല. കാസർഗോഡ് അതല്ല, അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ജ്യൂസും കൂടി വരാനുണ്ട് കേട്ടോ. അങ്ങോട്ട് വന്നിട്ട് എല്ലാം നമുക്ക് മൂവ് ചെയ്യാം. ഭയങ്കര ചൂടാ, അൺസൈക്കിൾ ചൂടാ. ഇത് സെയ്ത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണേ. ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഷോപ്പുകൾ കേട്ടോ. ഇവിടെ നോക്കിയാൽ സ്കൂട്ടേഴ്സൊക്കെ വെക്കുന്നുണ്ടോ. സ്കൂട്ടേഴ്സ് സർവീസ് ആയിട്ട് തോന്നുന്നു. ഒരുപാട് ബൈക്സ് ക്വാഡ്സിലുണ്ട്. കാരണം ഡെസേർട്ട് ഏരിയ ആണ്, അതുകൊണ്ട് ഒരുപാട് ക്വാഡ്സൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിൽ കുറേ ഉണ്ട്. അവിടെയെല്ലാം കാണാൻ പറ്റും. നമുക്ക് കുറച്ച് മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ക്വാഡ്സ് എല്ലാം വെക്കുന്ന ഷോപ്പ് കാണാൻ പറ്റും. എവിടെ ഉണ്ട്? ഞാനാദ്യമായിട്ട് കാണുന്നത് ഈ കാര്യം. കാരണം ഇങ്ങനത്തെ ബൈക്സൊക്കെ വെക്കുന്നൊരു സ്ഥലം സെക്കൻഡ് ഹാൻഡിലൊക്കെ
നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കാർസിൻ്റെ കണ്ടിരുന്നു. പിന്നെ വണ്ടി കിട്ടിയിട്ടില്ല. FJ ക്രൂസറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർഷാനെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട് നല്ല വണ്ടി. ഞാനൊരു 3-4 ദിവസം കൂടി ദുബായിലുണ്ടാവും. അത് കഴിഞ്ഞ് എക്സിറ്റ് ആയാൽ പിന്നെ നടക്കില്ല, പിന്നെ പോയി വന്നിട്ട് എടുക്കും. അപ്പോൾ എൻ്റെ പ്ലാനിങ് ഇങ്ങനെയായിരുന്നു, വണ്ടി വാങ്ങിയിട്ട് പേപ്പേഴ്സ് ശരിയാക്കി നാട്ടിലേക്ക് കയറ്റി വിടുക. നാട്ടിലെത്തുന്നതിന് ടൈം കൊണ്ട് അടുത്ത കൺട്രി പോയി വരാനൊരു പ്ലാനായിരുന്നു. പക്ഷേ അതേതായാലും വെള്ളത്തിലായിട്ടുള്ളത്. അടുത്ത കൺട്രി ഏതാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നുകിൽ ഞാൻ പോയ കൺട്രി തന്നെ ആയിരിക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ പോകാത്ത കൺട്രി ആയിരിക്കും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച നോക്കിയിട്ട് എക്സിറ്റ് ആകും കേട്ടോ. ഇവിടെ കണ്ടു, ഇവിടെ ഒരുപാട് ടെൻറ്റുകൾ, വീടുകൾ കേട്ടോ. ടെൻറ്റുകളുണ്ട്, വീടുകളുണ്ട്, അതുപോലെ പക്ഷികളുടെ ഇതൊക്കെ ഉണ്ട്. പക്ഷികളുടെ കൂടുകളൊക്കെ ഉണ്ട്, ട്രെയിലേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഡെസേർട്ടിൽ കൊണ്ടുപോകുന്ന വീടുകളാണ് കേട്ടോ. ഇതൊക്കെ ഡെസേർട്ടിൽ കൊണ്ടുപോകുന്ന വീടുകൾ, റെഡിമെയ്ഡ് വീടുകളാണ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഏരിയ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ ട്രക്കിൽ കൊണ്ടുപോയാൽ മാത്രം മതി. ഇവിടെയൊക്കെ തന്നെ ഉള്ളത്. പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മന്ദിപ്പാണ്. കൊറോണ ആയതുകൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല കുറേ കാലം. മന്ദിപ്പാണ്. പക്ഷെ ഇപ്പോൾ അവർ റിക്കവറായി വരുന്നുണ്ട്. ഇപ്പം കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്, സെറ്റായി. ഗവൺമെൻറ് എന്താ പറയുക, ഏകദേശം 85% ആൾക്കാർ ദുബൈയിൽ വാക്സിൻ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആൾക്കാർ പുറത്തിറങ്ങാനൊക്കെ ധൈര്യമായി. ഗവൺമെൻറ് അലോ ചെയ്യാൻ തുടങ്ങി. പിക്കപ്പായി വരുന്ന ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് മലകളായിട്ട് ശരിക്കും ഒമാൻ്റെ ഫീലിംഗ് ആണ്. ഈ UAE ഒമാനുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് മലകൾ കാണും കേട്ടോ. ഒരുപാട് മലകളാണ്. ഞാൻ ഇവിടെ ആമിനാനെയും കൊണ്ട് ഈ റൂട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ക്ലൈമറ്റ് നല്ല തണുപ്പായിരുന്നു. ഡിസംബർ ആയതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റി. ഇപ്പം അങ്ങനെയല്ല, നല്ല ചൂടാണ്. ഒരു പ്രത്യേകതരം കല്ലുകളാണ്. ഒമാനിൽ പോയാലും ഇതേപോലെ തന്നെ, ഒമാനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ കേട്ടോ. നല്ല കുന്നും മലകളൊക്കെയാണ്. പക്ഷെ നല്ല മനോഹരമായ രാജ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രാജ്യം. അപ്പം GCCയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒമാൻ എന്നാണ് എപ്പോഴും പറയാറ്. അതുപോലെ വേൾഡിൽ തന്നെ ഞാൻ പോയ രാജ്യങ്ങളിൽ ജനങ്ങളുടെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇറാനാണ്, രണ്ടാമത് ഒമാനാണ്. ഒമാൻ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ പേപ്പർ. റീസൺ നമ്പർ 1, ഒമാനികൾ പ്രത്യേകിച്ച് പാവങ്ങളാണ്. അത്ര വലിയ സാമ്പത്തികമുള്ള കോടീശ്വരന്മാരൊന്നുമില്ല. അവർ ടാക്സി ഓടിക്കുന്ന ഒമാനികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ജാഡ്യ അഹങ്കാരമൊന്നുമില്ല. നമ്മളോടൊക്കെ നല്ല രീതിയിൽ വിദേശി എന്നൊന്നും എന്താ പറയുക വ്യത്യാസമില്ല. അവർ നല്ല രീതിയിൽ പെരുമാറും കിട്ടും. ഇപ്പം ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി തന്നെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, നല്ല മനുഷ്യരെ കാണാൻ നിങ്ങൾ ഒമാനിലേക്ക് പോകുന്നു. ഒമാനിൽ മസ്കറ്റിലെ എയർപോർട്ടിൽ ഇറങ്ങി നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അവിടെ അറബിയിൽ എഴുതിയിട്ടുണ്ട് ആ ഒരു വാചകം. അപ്പോൾ അത് പറഞ്ഞത് സത്യമാണ്. ആ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സത്യമാണ്. ഇന്നും അറബ് ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറയുന്നത് ഒമാനികളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് മസാഫിയിലെ ഫ്രൈഡേ മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് മുതൽ ഫ്രൂട്ട്സ് മുതൽ ചെടികൾ മുതൽ അലങ്കാര വസ്തുക്കൾ മുതൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. അതും റേറ്റും കുറവല്ല. റേറ്റ് ദുബൈയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ. ഇവിടെ ഇതില്ല, നമ്മൾ വരുമ്പോഴൊക്കെ ആൾക്കാർ നമ്മൾ വിളിക്കാൻ തുടങ്ങി, വാ വാ വാന്ന് പറഞ്ഞു. ഒരു ഉപ്പിലിട്ട് വാങ്ങിയാലും വാങ്ങട്ടെ, ഞാൻ അപ്പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, क्या क्या है भैया? ये जवाब है पैशन फ्रूट हीप या मांगे ഉണ്ട്. ये क्या है भैया? ये लोस है बादाम. ओके, ഇത് बादाम है ना? हाँ बादाम 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 है, बादाम मत इधर वो अंदर है देखो. इधर किधर है? स्पेशल वाला है देखो. ओ ठीक है भैया. जी भैया फ्रूट्स കേട്ടോ. മാംഗോ ടേസ്റ്റ് അടിച്ചോ? ഇതിപ്പോൾ ഒരു പീസ് നമുക്ക് തരും. നമ്മളിപ്പോൾ കഴിച്ചാൽ എന്താ നമ്മൾ ഇടുന്ന സാധനം വാങ്ങേണ്ടി വരില്ലേ? അതാണ് അതിൻ്റെ ട്രിക്ക് കേട്ടോ. नहीं अभी लिएगा भैया. भुट्टा कितना में जानते भैया? देखो 10 ग्राम किलो 10. आप तो अरबी सीधा നാടൻ പപ്പായ വാങ്ങിട്ടോ. എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ. ഊണ് ചൂടല്ലേ വേണ്ട. ഇത് വേറെ മാങ്ങുണ്ട് ഇവിടെ. ഒരു കുഞ്ഞു മാങ്ങയുണ്ട്, ഷമാമുണ്ട്, കുഞ്ഞ് ഓറഞ്ച് ഉണ്ട്, വലിയ ഓറഞ്ച് ഉണ്ട്. कैसा है भैया? ठीक है, बिल्कुल अच्छा है. ഇത് മാങ്ങ മുറിച്ചിട്ടാണ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ ബദാമല്ലേ, ബദാം. ആ ബദാം ഉള്ളിലത്തെ പരിപ്പ് കളഞ്ഞിട്ട് ബദാമിൻ്റെ പുറത്തെ കാര്യം മാത്രം ഒരു മസാലയൊക്കെ പെരക്കി നല്ല മൊഞ്ചൊക്കെ വെച്ചിട്ടുണ്ടോ. പിന്നെ ഈ കാണുന്ന മാങ്ങയാണ്, ഇത് പേരക്കയാണ്, ഇത് കാരക്ക, ഈത്തപ്പഴത്തിൻ്റെ പിന്നെ ഉണങ്ങാത്ത സാധാരണ പച്ച ടൈപ്പുണ്ട്, പച്ച ടൈപ്പാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ചെറുനാരങ്ങയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ തക്കാളിയാണ്. ഇതൊക്കെ വെജിറ്റബിൾസ് കേട്ടോ. മുഴുവൻ ഈ കിടക്കുന്നത് ഈ ഫ്രൈഡേ മാർക്കറ്റ് ഉള്ള കാഴ്ചയാണ്.
ഉള്ളി നോക്കി നിങ്ങൾ, വെള്ള ഉള്ളിയുണ്ട്, അതുപോലെ സാധാ ഉള്ളിയുണ്ട്. റേറ്റും വളരെ ചീപ്പാണ് കേട്ടോ കമ്പയർ ചെയ്യാൻ, ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതേപോലത്തെ കുറേ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. कौन सा 59? शॉप नंबर 59 दे दो 5000 दिरहम से दो, परस्यम एडवर्टाइजमेंट. आपका लिए बनाएगा तो नहीं भैया वो अभी गर्मी है ना, वो मैं उधर आएगा. അവരല്ല അതിനോട് പരസ്യം തുടങ്ങിയിട്ടാ. 59 ഷോപ്പ് നമ്പർ. नाम बताओ भैया. चलो बनाएगा. आपका नाम क्या है? हमारा नाम अब्दुल रहीम. अभी गर्मी कैसा है? गर्मी अच्छा है. आपको गर्मी अच्छा लग रहा है? ये भी गर्मी है, आप इधर ही रहते हैं गर्मी में. ये बाहर गाड़ी के ऊपर रखो, क्लियर हो जाएगा. इस आना വണ്ടീൻ്റെ മുകളിൽ വെച്ചാൽ പൊരിയുന്നട്ടെ ഞാൻ പറഞ്ഞത്. बनाएगा अच्छा ज्यादा इधर के. वो क्यों आना एक मिनट क्यों आना तो क्यों है ना भैया, अभी गर्मी है ना तो ये नहीं, अभी दूसरा लेगा मऊ सब लिया हमने. वो शारजा से आ रहे हैं लेने के लिए. कस्टमर है अभी? कस्टमर अभी नहीं है, कम है. कोरोना के कम किया, कोरोना है ना इसलिए कम किया. अभी फ्राइडे में सब पूरा होना चाहिए ना इधर, हाँ पूरा होना चाहिए. अभी कम किए. अब कितना साल हो गया? हमारा 3 साल हो गया. 3 साल. 3 साल. कितना शॉप है इधर? इधर है बहुत है माशाल्लाह, बहुत 100 के ऊपर है. 100 का ऊपर पूरा बांग्लादेशी वाला है. पूरा नंबर. वो मुझे मैं भी सेकंड बार आ रहा है हमारा फैमिली के साथ. पहले भी बांग्लादेशी वाला को देखा था. गुआवा दिया 1 किलो. इधर इधर का है ये थाईलैंड का है. ये कलर क्या है? पुराना हो गया और वही ये colour? पुराना नहीं, वो फ्रीज में रखा है ऐसे. इसलिए കളർ പോയി യാർ. വെയിറ്റ് नहीं है ना, ഇത് ഭയങ്കര വെയിറ്റ്ലെസ് ആട്ടോ. പേരൊക്കെ സാധനം വെയിറ്റ്ലെസ് ഉണ്ടോ എനിക്കറിയില്ല, തൊടും ഭയങ്കര വെയിറ്റ്ലെസ് തോന്നുന്നുണ്ട്. ये क्या चीज़ है? ये खजूर का जार है. खजूर का जार है. ये क्या करेगा? ये आदमी लोग खाता है. ഈത്തപ്പഴത്തിൻ്റെ ഇത് തെങ്ങിൻ്റെ ഇവിടെ പൂങ്കുലേൻ്റെ സാധനം വരില്ല മധുരം, അതേപോലെ തന്നെ കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ വരുന്നത്. इसके पार्सल भी है. ओके ओके. ये ड्रैगन फ्रूट है. ड्रैगन फ्रूट ये खाएगा. वो साहूकार उधर है ना, साहूकार बहुत बड़ा पैसा वाला साहूकार है, मेरा अंकल है. साहूकार को 2 दुकान है और एक गाड़ी है. केरला में एक दुकान है. मुश्किल नहीं, अमीर आदमी है. बहुत अमीर है भाई, बहुत बड़ा पैसा है पॉकेट में, ले लो. എന്നെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ഇണങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങ് വരെ ഷോപ്പുകളുണ്ട്, മുഴുവൻ ഷോപ്പുകളുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ അവിടെയും ഷോപ്പുകളുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആൾക്കാരില്ല കേട്ടോ. ഏരിയ ഉണ്ടോ? ചൂട് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ചൂടാണ്. ഇവിടെ നോക്കിങ്ങളെ അപ്പുറം കാണുന്നത് ചെടികൾ വെക്കുന്ന ഷോപ്പാണ്. ഈ ചൂടിലും ആ ചെടികൾ എന്താ പറയുക കരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ വെള്ളം വയ്ക്കുന്നുണ്ടാവും, അല്ലാണ്ട് കരിഞ്ഞുകൊണ്ട് ടൈമായി. അപ്പം ഇങ്ങനെ വരും, ആൾക്കാർ വരും, ഇതേപോലെ നിർത്തുമ്പോൾ തന്നെ ഇവർ വന്നിട്ട് നമ്മളെ കൊണ്ട് കുഞ്ഞുമാങ്ങയൊക്കെ തീറ്റിച്ച് അവർ സ്നേഹം കൊണ്ട് വീർപ്പ് പിടിക്കും. അപ്പോൾ എന്താ വന്നാവും, അപ്പോൾ ഇവർ സ്നേഹം കൊണ്ട് മുട്ടിക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് സാധനം വാങ്ങാണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് നാണക്കേടില്ല ഒരാളുടെ കഷ്ടം തിന്നു കഴിഞ്ഞാൽ അവർ ഒഴിവാക്കിയിട്ട് പോകാൻ. അതന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ മാങ്ങയൊക്കെ വാങ്ങി മനസ്സിലാക്കുന്നുണ്ട്. नाम क्या है? चेक करिए. कितना साल हो गया? इधर हम 26 में आया. 26. अभी ये क्या उम्र का? ये 2006 साल का आया. हाँ वो बताओ ना, 2006 का. आपने 26 बोला, मैं तो आप 26 एज पे आ गया. अच्छा, गर्मी कैसा है? अच्छे है. कस्टमर कैसा? कस्टमर आएगा इंशाल्लाह. आप लोगों का बीच में झगड़ा होता है, फाइटिंग होता है? अभी झगड़ा करो ना, मैं वीडियो बनाएगा उसका झगड़ा का. हमको तल्लू उड़े. आओ भैया, दौड़ते मारेगा एक. मारो, मैं अभी वीडियो बनाएगा. मारो. हाँ झगड़ा बनाओ, मैं वीडियो बनाएगा ना. नियत देखा. ये उसका डर है. कोई बात नहीं भैया. വാങ്ങിയ സാധനം വാങ്ങിയാ എന്ത് വാങ്ങിയത്? ആ അതന്നെയാ പറഞ്ഞത്. എന്നോടൊരു കഷ്ടമാകുന്ന പറഞ്ഞേ, കഷ്ടമാകുന്നോടല്ലേ പിടിപ്പിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. ചിക്കു ജ്യൂസ് അടിക്കാൻ വേണം, വാങ്ങിക്കോ. ഭയങ്കര ഒരു ബിസിനസ് ട്രിക്ക് കേട്ടോ ഇവർ. പക്ഷേങ്കിൽ പാവങ്ങളാട്ടോ. നിങ്ങളുണ്ടോ? ഏതാ ഇപ്പോൾ അവരോട് പറഞ്ഞാൽ ചിക്കു അവർ വാങ്ങിയിട്ട് ഒരു പാക്കറ്റ് ചിക്കു കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചിട്ട് നമ്മളോട് പറഞ്ഞാൽ മൂപ്പർ വാങ്ങിയാണ് പറഞ്ഞത്. ഇനി മൂപ്പർ വന്ന സത്യാവസരം വേണ്ട കേട്ടോ. ഒരുവിധമല്ല, ഈ ഷോപ്പ് മൊത്തം എടുത്ത് നമ്മൾ വണ്ടി കയറി തരും. അപ്പോൾ ഒരു ഷോപ്പുകാരൻ വന്നാൽ മിനിമം ഒരു 100 ദിർഹംസിൻ്റെ ബില്ലാക്കിയിട്ട് ഇവർ വിടും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിപ്പോ കേട്ടോ. റേറ്റ് കുറവല്ലേ ഇവിടെ? ശരിക്കും റേറ്റ് ഉണ്ട്, പക്ഷെ ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന മാങ്ങയും കാര്യങ്ങളൊന്നും
അല്ലാണ്ട് പിന്നെ പുറത്തുനിന്ന് വരുന്നത്. ഇപ്പൊ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പേരക്കല്ലോ അത് കുറച്ചുണ്ടാവും. ബാക്കി ചെറിയ മാങ്ങ, ഇത് ഈ ചെറിയ മാങ്ങയില്ലേ, ഇതിൽ തോട്ടത്തിൽ തന്നെ ഇവിടെ തന്നെ. ഓ അടിപൊളി, അത് ശരിയാണ്. നാടൻ മാങ്ങയൊക്കെ അതുകൊണ്ടാണ് വിഷം അടിക്കാത്ത സാധനങ്ങളാണ് തോട്ടത്തിൽ തന്നെ പറിച്ചിട്ട് വാങ്ങി. ഈ പാക്കറ്റ് കാണുന്നത്. ഓക്കെ, അടിപൊളി. ഹയ എന്താണ് ഹയ വാങ്ങിയത്? ഹയയുടെ മാസ്ക് എന്താണ് ഹയ ഇങ്ങനെ ഇട്ടത്? ഇവിടെ കുറേ ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിയത് തന്നെയാ? അല്ല ഇവിടെ ചിക്ക് കൊണ്ടില്ല. അല്ല ഒരു വാങ്ങാത്ത പൈസ കൊടുത്ത ബാക്കി തക്കാളി നമ്മളെ പൊട്ടനൊക്കെ. ഇവരിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് കടയിലുള്ള എല്ലാ സാധനവും ഓരോന്നോരോന്ന് എടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചോദിക്കും മേടിച്ചോ. नहीं भैया नहीं बस उसका तो दे दिया था। जी सर ठीक है भैया ഇത് നമ്മളെ അമ്മായിക്ക് വേണ്ടിട്ട് കേട്ടോ. എനിക്ക് വേണ്ട, ഈ ചൂടത്താരെയും കോണൊന്നുവാ. നമ്മളെപ്പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഈ ഇത്രയും ചൂടുള്ള സമയത്ത് കോണൊന്നും ആരെങ്കിലും അതാ പറയാം. നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നുമില്ല. അതിന് റീസൺ ഉണ്ട്. അത് നമ്മള് ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കൂല. ഇത് ചൂടത്ത് കോണ് ട്രഡീഷനാ അല്ല, എന്താ അത് പറഞ്ഞല്ലേ കോണ് അട്ടപ്പൊരു വെയിലത്ത് കോണ് നല്ല തണുപ്പുള്ള സമയത്ത് മഴയുള്ള രാത്രി തണുപ്പുള്ള നേരത്ത് ഒരു കോണ് ഞാൻ ഉണ്ടാക്കി. ഓടി കണ്ടൊരു ഓർമ്മ. നമ്മുടെ ചെക്കൻ്റെ ഓടി ഉണ്ട് അടിച്ചിട്ട് കയറിയിട്ടിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പറഞ്ഞോളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എല്ലാം ഇടും. അതൊന്നും മറ്റേ എല്ലാം ഈ പറക്കും കുറഫക്കാൻ വേണ്ട. നമുക്ക് നേരെ തിരിച്ച് കറങ്ങി മദാം വഴി നേരെ ദുബൈയിലേക്ക് ഇടും. ഇവിടൊക്കെ ടോയ്സിന്റെ ഷോപ്പാണ്. ടോയ്സ് മുതൽ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ പരവതാനം കിട്ടുന്നുണ്ട്. വലിയ കാർപ്പറ്റ്സ് ഇല്ലേ, കാർപ്പറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. വലിയ കാർപ്പറ്റ്സ് ആണ്, വലിയ ഷോപ്പ്. ചെടികളും ഞാൻ കണ്ടു. പക്ഷേ ഇപ്പം ആള് കുറവാട്ടോ കമ്പയർ ചെയ്യുമ്പോ. ഇത് വെള്ളിയാഴ്ച, ഇന്നെന്താ ആഴ്ച? രാമായണം മൊത്തം വായിച്ച് രാമൻ സീതൻ നേരം വെച്ചാൽ ഇപ്പൊ ഇന്നെന്താ ആഴ്ച നോക്കുന്നത്? ഇവരൊക്കെ ഉണ്ട് ആ ചൂട് സഹിച്ചിട്ട് ഇരിക്കുന്ന കേസ് പോലുള്ള പുറത്ത്. പാവങ്ങള്, പാകിസ്ഥാനികളല്ലേ പാവങ്ങള്. കാണാൻ കുഴപ്പമില്ല. ചെടിയുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റുകളാട്ടോ. പക്ഷെ നാട്ടിൽ കൊണ്ടുപോകാനും പക്ഷെ പുറേ ഇപ്പോൾ ഓൾറെഡി ഫുള്ളാന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ട്രിപ്പ് കഴിഞ്ഞ് പറക്കെത്തുമ്പോഴും ഫുള്ളാകുന്നുണ്ട്. ഇപ്പം നമ്മളുള്ളത് കരാമ സെൻറ്ററിലാണ്. ഒരുപാട് മലയാളികളുള്ളൊരു ഏരിയ കേട്ടോ. ഒന്നുമില്ല, ഇതിനുള്ള നമ്മുടെ ഒരു കസിൻ ഉണ്ട്. ഓരോന്ന് കാണണം, അവൻ്റെ ഷോപ്പിൽ നിന്ന് കാണണം. ഫ്രൈഡേ ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാമിലീസിനെ മീറ്റ് ചെയ്യേണ്ട ദിവസം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നത്. നമ്മളെല്ലാവരും ഉണ്ട് കരാമ സെൻറ്ററിൻ്റെ ഉള്ളിൽ പോകുന്നു. നമ്മൾ കസിനെ കാണുന്നു, അവൻ്റെ ഷോപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം, അവനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. സംസിച്ച അവൻ്റെ ഉമ്മാൻ അനിയത്തിൻ്റെ മോനെ കേട്ടോ. ഇവിടെ വന്നാൽ ഓസിക്ക് അവനെ കൊണ്ടുവന്ന് മൊബൈലിൻ്റെ ബാക്ക് കവർ ഓസിയാണേ നോക്കണ്ട, കവറിലും ഫിറ്റ് ചെയ്യിപ്പിക്കുക, സ്ക്രീൻ ഗാർഡെല്ലാം ഇടിയിപ്പിക്കുക, മുതലാക്കണ്ടേ? എല്ലാം ഉണ്ട്. എന്താ അവസ്ഥ? എന്നിട്ട് എന്താ ബ്രോ സുഖം? തിരിച്ചുവിടുന്ന വർത്തമാനം പറയണ്ടേ? എന്താ അവസ്ഥ? ആളുണ്ടോ? കച്ചവടമല്ലേ? വെള്ളിയാഴ്ച ബിരിയാണി എന്നാ? ബിരിയാണി ഒന്നുമില്ല. ഇന്ന അതിൽ സുന്നത്ത് ജമാഅത്ത് പിടിച്ചിട്ട് പുറത്താക്കും. നീ ഇല്ല പിന്നെ ഇന്ന്. ബ്രോ മൂസക്ക ഉണ്ട്, സുഖല്ലേ? ഓനെ അനിയാണ്. ഇത് കളവനാട്ടോ, എൻ്റെ ബ്രദറാ ഇക്കാക്കിയത്. 1 മാസമായിട്ട് മൂത്തതാ. അപ്പം ഗ്ലാസ് ഇട്ടോ. സൈഡിൽ നോക്കുമ്പോൾ ആൾക്കാർ കാണാൻ പാടില്ല ഞാൻ എന്താ ചെയ്യുന്നില്ല. ഏത് എന്നാ കുഴപ്പമില്ല. ഞാൻ വെച്ച് ഇതാരാണ്
മൊബൈലിന് എങ്ങനെ റേറ്റ് എങ്ങനെ ഇപ്പോൾ കുറവ് കൂടുതലുണ്ടോ? എന്ത് തോന്നുന്നു ഈ ടൈമിൽ? 12 Pro Max എങ്ങനെ റേറ്റ് വരുന്നത്? 4,550. സാറിന് ഞാൻ ഒരു കാര്യം ചേട്ടാ, ഇവൻ്റെ നമ്പർ ഞാൻ എടുത്തരാം. ഇന്നത്തെ വീഡിയോ ചില കുടുംബക്കാരെ മൊത്തം പ്രൊമോട്ട് ചെയ്യേണ്ട വീഡിയോ കേട്ടോ. ഇവൻ്റെ നമ്പർ തരാം. പിന്നെ കറാമ സെൻറ്ററിന് ഉള്ളിൽ വരുന്നവരൊന്ന് വിളിച്ചിട്ട് കേട്ടോ. ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കണേ. 28 കേട്ടോ. വാ. അപ്പോൾ ഇത് ഇവനെ ക്ലാസ്സിലിട്ട് തന്നിട്ടുണ്ട്. ബാക്ക് അവൻ ക്ലാസ്സിലുണ്ട്. എന്താ പറ, എന്താ ഇത്, എന്താ സംഭവം? പൊട്ടിയില്ലടാ, സത്യമാണ്. അടിപൊളി സുണ്ടോ, അടിപൊളി സുണ്ടോ ആയിക്കോട്ടെ, ഉണ്ടേ ആയിക്കോട്ടെ. പൊട്ടി 2 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി തായിട്ട് നോക്കും ഞാൻ റോഡുമല്ലോ. ഇതൊന്ന് ബാക്കി എന്നേരം തരുവാ. എടാ ഒരേ ചിരിയാതെ നീ. അടിപൊളി കേട്ടോ. എടാ മുഗ്രല്ലേടാ, മുഗ്രല്ലാം വന്നിട്ടുണ്ടോ? കുറേ പ്രശ്നം വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ. ആ 30 ഇടക്കിറക്ക് വരും 30 പേർക്ക്. ഇപ്പോൾ എൻ്റെ ഗോൾഡ് വിങ്ങിൽ എടുത്ത് വന്നിട്ടുണ്ട് ഈ അടുത്ത്. ആരും കാണാണ്ട് വന്നിട്ട് അവരെ മീറ്റ് ചെയ്തിട്ട് വന്നു. അപ്പം പോവാം. ഓക്കെ, ഇവിടെ കുറേ മലയാളികളുണ്ട്. ഇത് ഗ്യാപ്പിലിട്ട് വന്നോ ഇതിനകത്ത് ഫൈനൽ മേടിക്കുന്നത്? ആ ബ്രോ കുറച്ച് മോങ്ങാണ്ട് പേര് വന്നോ? അൻവർ കാസർഗോഡ്. റാൻഡംലി പറഞ്ഞോ നമുക്ക്? സിറാജ് മെയ്ഡ് ഫ്രം കണ്ണൂർ. റഫീഖ് കാസർഗോഡ്. ഫൈസൽ സെല്ലു കാസർഗോഡ്. ഷാറിനെ എങ്ങനെ പോകുന്നു കൊറോണ കേസ് കച്ചവടം? എന്നാലും സെറ്റപ്പായി വരെ പ്രതീക്ഷിക്കണം. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ബാക്കിയിലെ ഇപ്പോൾ നമ്മുടെ നാടൻ കമ്പയർ ചെയ്യുമ്പോൾ ഷോ തുറക്കാനും വരുന്നുണ്ടല്ലോ. ഹാപ്പി? കണ്ടതിൽ വളരെ സന്തോഷം. ഓ ആയിക്കോട്ടെ, ശരിയായി ബ്രോ. സെറ്റായി വരുന്നുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ഓക്കെ, ഏതാ പറഞ്ഞോ, എന്താ പറയല്ലേ? ക്യാമറ വേണോ? അല്ല, ഇത് അല്ലത്താറ് കറാമ. ഇവിടെ എന്ത് വേണമെങ്കിലും കിട്ടും. മൊബൈല്, വാച്ച്, എന്തും കിട്ടും. എന്തും കിട്ടോ? എന്തും കിട്ടോ? അല്ല എന്തും കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പോകുന്നില്ലല്ലോ. എന്തും കിട്ടുന്ന പിന്നെ നാട്ടിൽ പോകേണ്ട ആവശ്യമില്ലോ. കിട്ടും ഇവിടെ ദുബായ്. മല്ലു ട്രാവൽസിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ടം. എന്നെ പറ്റി തള്ളുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൊത്തം ഒരാളും കൂടി കേട്ടോ. പൈസ കാണിക്കണം. അത് എൻ്റെ ഒരു കസിനാണ്. നീ പറ പേര് പരിചയപ്പെടുത്ത്. എന്താ? കാസർഗോഡ്. കറാമ സെന്ററിൽ കുറെ കൊല്ലല്ലോ. എത്ര കൊല്ലം പരിചയപ്പെടുത്ത്? 10 year ആയി. ഏടാ കറാമ സെന്ററിൽ പറയണ്ടല്ലോ എടുക്കുന്നതായിട്ട് ഇത് പെട്ടെന്ന് എടുത്തെങ്കിൽ എങ്ങനെയാ പറയുന്ന? അതങ്ങനെ കേട്ടോ. ഞാൻ ആർക്കും പ്രിപ്പയർ ചെയ്യാൻ ടൈം കൊടുക്കില്ല. ക്യാമറ ഓൺ ആക്കി ഞാൻ കാണിക്കില്ല. ഓക്കെ, സമയം 7:30 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഷാർജയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇതന്നെ വെള്ളിയാഴ്ചകൾ ഇങ്ങനെയാട്ടോ. കുടുംബമായിട്ട് പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, കുറച്ച് ലോങ് റൈഡ് പോവുക, മറ്റ് കുടുംബക്കാരെ മീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ത്രില്ല് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വെള്ളി ലീവുള്ള ആൾക്കാർ വെള്ളിയാഴ്ച ഇങ്ങനെ എൻജോയ് ചെയ്ത് ചില ആൾക്കാർ കിടന്നുറങ്ങും. അത് വേറെ കാര്യം. ഇനി ശനിയാഴ്ച രാവിലെ അടുത്ത ദിവസം തുടങ്ങും. ഇപ്പം കണ്ടാൽ നിങ്ങൾ ട്രാഫിക് ബ്ലോക്കൊക്കെ തുടങ്ങി. കറാമ സെൻറ്ററിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ശരിക്കും കറാമ സെൻറ്റർ എന്ന് പറയുന്ന ഒരുപാട് ഫിലിപ്പീനി നാഷണാലിറ്റീസ് ഉള്ള ഒരു ഏരിയ കൂടെ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ വിൽക്കുന്ന സാധനങ്ങൾ, ഡ്രസ്സുകളും ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണ ഇതൊക്കെ ആയിക്കോട്ടെ, പിന്നെ ഫിലിപ്പീൻസുമായി ബന്ധപ്പെട്ടില്ലായിരിക്കും. പക്ഷെ അവിടെയൊക്കെ ഉള്ളത് മലയാളികളാണ്. അത് മലയാളികൾ 90% ഉള്ളതും കാസർഗോട്ടുകാരാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഒരു സൈഡേ കൂടെ ഇറങ്ങി പോകുമ്പോൾ തന്നെ കാണാം ഡിഫറെൻറ്റ്, എന്താ പറയുക, ഭയങ്കര ഹെയർ സ്റ്റൈലിൽ മുടിയൊക്കെ ആക്കിയിട്ട് ഭയങ്കര ലുക്കിൽ കുറേ മൊഞ്ചന്മാരുണ്ടാവും. അങ്ങനത്തെ കുറച്ച് മൊഞ്ചന്മാർ നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ UAE ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കരാമ സെൻറ്റർ എന്തായാലും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം നല്ലതാണ്. അതിനുള്ളിലേക്ക് കൂടെ നടന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങി അതൊരു രസമാട്ടോ. ഇവിടെ ഞങ്ങൾ KDCB മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആകെ ഒരു 100-200 മീറ്റർ മാത്രമേ ഈ ഒരു കരാമ സെൻറ്ററിലേക്ക് നടക്കാനുള്ളൂ. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഒഴിവ് ദിവസങ്ങളിലൊക്കെ വരാം, ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണാം, സംസാരിക്കാൻ പോവാം കേട്ടോ. പിന്നെ വേറെന്താ പറയുക, അപ്പം ടാറ്റ. ടാറ്റ. ഹൈമോൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ?
ഇനിയിപ്പം നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞല്ലേ നമ്മളിവിടെ IPA എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ഇവിടുത്തെ ഒരുപാട് മുതലാളിമാർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ്. ഞാനും അതിലുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. പല കമ്പനികളുടെയും മുതലാളിമാരെ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. പിന്നെ അവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും, ഒരു വിസ എൻ്റെ ഫോളോവേഴ്സിലെ ആൾക്കാരോടാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. ഞാൻ അവിടെ UAE എനിക്ക് കിട്ടുന്ന വേക്കൻസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ജെന്യൂൻ ആയിട്ടാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ജോലി കിട്ടും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയാണ് ദുബായ് എന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്നുണ്ട്. ഐ എം സോ ഹാപ്പി കേട്ടോ ഇവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ആയിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. കോവിഡ് വന്നപ്പോഴും ഇപ്പോഴും ഒക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹാപ്പി. ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇവിടെ എക്സിറ്റ് ആവും. ഏത് കൺട്രി ആണെന്ന് ഞാൻ പറയുന്നില്ല, കാണിച്ചിടാം കേട്ടോ. ഒരുപാട് നന്ദി, സപ്പോർട്ട് ചെയ്യുന്ന നന്ദി. അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.